മഴ പെയ്യും. വലിയ മഴ ഉണ്ടോല്ലോ ഇന്ന്. ഈശ്വര ഇടിയെല്ലാം മുട്ടുന്നുണ്ടല്ലോ. നല്ലോണം മഴ പിടിച്ചിട്ടുണ്ട്. ഈ നാരായട്ടൻ എവിടെയാ പോയി? നേരത്തെ പോയിനല്ല. അച്ഛാ, നാരായട്ടൻ ഇങ്ങോട്ട് വന്നിനാ? ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ മോളെ. മീൻ മണിക്കാനായിട്ട് പോയിട്ടുണ്ടാവും. ഇടിമുട്ടുന്ന നേരത്തെ മീൻ മണിക്കാൻ പറഞ്ഞാച്ചിനോനാ. ഓ, അച്ഛന്റെ ഒരു സ്നേഹം നോക്ക്. കുഞ്ഞാണെന്ന വിചാരം. കുഞ്ഞാരാണെന്നാണെങ്കിൽ ഇപ്പം വലിയവനായി അല്ലേണേ. ഞാൻ എത്ര സമയം വന്നിട്ട് നീ ഉറങ്ങിയതിന്? എന്റെ അമ്മ വന്നോ? ഞാൻ വിചാരിച്ചു പിന്നെ കൃഷ്ണന്റെ പരാജയം പോയിട്ടോ. ഞാൻ അറിയാനില്ല ഇതിന്റെ അകത്തേണ്ടത്. എടുക്കുമ്പോ പിന്നെ അങ്ങനെ ഉണ്ടാവില്ലേ? ഇടിമുട്ടെല്ലാം കേട്ടിട്ട് ഇപ്പൊ മഴ പെയ്യും. മഴയും ഇല്ല. അച്ഛൻ വരുന്നു. ഓ, വരുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇടിമുട്ടുന്ന ഒച്ചൊന്നും കേൾക്കുന്നില്ലേ? അച്ഛൻ ഞാൻ ചീത്ത പറയുന്നത് എന്തിനാ പറഞ്ഞയച്ചിന്? ഞാൻ പറഞ്ഞയച്ചിട്ടെങ്ങ പോയിന്? അച്ഛാ, ഞാൻ പറഞ്ഞയച്ചിട്ടൊന്നുമില്ല. മീനില്ലാണ്ട് കേറൂല ഭക്ഷണം. വൈകുന്നേരം ഇപ്പൊ മീൻ മണിക്കാൻ പോന്നല്ലേ? ഇടിമുട്ടൊന്നും വിചാരിച്ചു. ഞാൻ മഴ പെയ്യുന്നില്ലല്ലോ. അച്ഛാ, മോട്ടർ ഓണാക്കിനാ? വെള്ളം വരുന്ന ഞാൻ ഓഫാക്കാം. അപ്പുറവാക്കല്ലേ? അപ്പുറവാക്കണം. അപ്പുറമാക്കണം. മീനിതാ അപ്പുറം കൂടെ ആക്കാതെ. മീനിതാ. അച്ഛൻ ഞാൻ അങ്ങോട്ട് പോന്നെന്നാല് വേഗം ആക്കട്ട്. വരുന്നേ? ഇവിടെന്നാ കളിക്കുന്നു. ചാമ്പക്കെല്ലാം ചള്ളാന്നേതാ? പച്ച ചാമ്പക്ക ഇപ്പൊ ചോപ്പാവല്ലേ? കൊടുത്തൂടെ? കേട്ടൂടെ? ഇത് നോക്കിയ ടേസ്റ്റ് നോക്കി സുമാനം തെളിഞ്ഞ നേരം മഴയാന്ന് കാറ്റ് കൊണ്ടുപോയില്ല. വെറുതെ വറകലും വാരിയിട്ട്. ചട്ടി എടുക്കണ്ട, ഇത് തട്ടിയത്. എന്റെ കൈ പൊട്ടയാണ്. ഇങ്ങോട്ടെ. നല്ല ബിയറി ഉണ്ടായിരുന്നേ. ഇപ്പഴത്തെ പുള്ള മുമ്പിലത്തെ നമ്മ പറിച്ചതാ. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം ചൂളിയേക്കാൻ കഴിയും. നക്ഷത്രക്ക് ഇഷ്ടല്ലാത്ത മീൻ അല്ലേ? അച്ഛൻ അപ്പുറം പോയിട്ട് കളിച്ചു. ഞാൻ മീൻ മുറിച്ചിട്ട് വരാം. ഇനി മഴയൊന്നുമില്ല. എന്താണ്? ഇതാ അന്ത്യക്കളപ്പാ. ഇതാ മണ്ണിലേക്ക് കൊണ്ടോല. എന്തായി അടുപ്പത്തിയാ? എന്നപ്പോ നമുക്ക് മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പൊ ചെറുങ്ങനെ മഴ ചാറുന്നുണ്ട് കേട്ടോ. മഴ വന്നിട്ട് എല്ലാം അപ്പൊ മീനെല്ലാം നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. എന്നപ്പോ നോക്കാല്ലേ. അപ്പോൾ ഇന്നത്തെ മീൻകറിയിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മളെ ചെറിയ ഉള്ളിയുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില, തക്കാളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അല്ലേ. എന്നപ്പോൾ നമുക്ക് അടുപ്പിൽ തീരം പറ്റിയിട്ടുണ്ട്. ചട്ടി വെച്ച് കൊടുക്കുക. നല്ല മൺചട്ടിയാണ്. മൺചട്ടിയിലെ മീൻകറിക്ക് പ്രത്യേക സ്വാദാണ്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി മഴ ഏത് സമയത്ത് ഉണ്ടാവും അല്ലേ?
2 ദിവസം മുമ്പ് നല്ല മഴ കിട്ടി നമുക്ക് ഇവിടെ. ഇന്നും നല്ല മഴ പെയ്യുന്ന വിചാരിച്ചിനെ. ചെറിയ ഇടിയെല്ലാം മുട്ടുന്നുണ്ട്, ചെറുങ്ങനെ ചാറുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ചെറിയുള്ളിയെ ചെറുള്ളി ഒന്ന് വയറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി കൂടി ഇടുന്നുണ്ട്. ഇതും കൂടി ഒന്ന് വയറ്റിയെടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർക്കാൻ ആദ്യം നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു 2 സ്പൂണ്, തീ കുറച്ചിന്, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ മിക്സാക്കി കൊടുക്കാം. ഇതിനി എടുത്ത് വെച്ചിട്ട് തണിഞ്ഞിട്ട് നല്ല വൃത്തി ഒന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ. എടുത്ത് വെച്ചോ. അപ്പോൾ ഇത് തണിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ജാറിലേക്ക് ഇനി കോരി മാറ്റാം. ഓക്കെ, ഇനി അരക്കട്ടെ, നല്ല വൃത്തി പേസ്റ്റാക്കട്ടെ. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് മീൻകറി തയ്യാറാക്കാം. അപ്പോൾ കഴിഞ്ഞ ചട്ടി തന്നെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അരിഞ്ഞതാണ് വെളുത്തുള്ളി അരിഞ്ഞത്. കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, ലേശം കുരുമുളക് നല്ലോണം പൊടിഞ്ഞിട്ടാ ഇങ്ങനെ. ഓക്കെ, നല്ലോണം പൊടിയണ്ട. ഇതിലൊക്കെ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതിലൊക്കെ നമ്മുടെ പുളിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ മസാല ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ച നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക. നമ്മുടെ പുയ്യാപ്പിള മീൻ, ചോന്ന മീൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ മസാല കിടന്നിട്ട് നമ്മുടെ മീനും ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കുക. നേരെ ഇടുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എടുത്തു വെക്കാം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ അത്താഴം കഴിക്കലായി. ഞാനും നശ്വ ആദ്യം കഴിക്കുന്നു. അപ്പം നല്ല ഇതാ നമ്മുടെ മീൻ ഉണ്ടാ, എന്താ കളറ്, നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2 കഷ്ണം ലേശം ചാറും, കുറച്ച് ചാറാക്ക്. കറിവേപ്പില മൊത്തം നീ എൻ്റെ ഇലക്ക് ഇട്ട് ഞാൻ നഷ്ടന് കൊടുക്ക്. ഇതിൻ്റെ കഷ്ണത്തെ വെച്ചു മീനും ചാറും ഒരു കഷ്ണത്തിൻ്റെ ഇതും നമ്മൾ പെരക്കി. എന്തുണ്ട് സൂപ്പറിനെ. അച്ഛനെ കൊതിയായി, അച്ഛൻ കഴിക്കട്ടെ. ആദ്യം നമ്മുടെ ഇതാ മീനിൻ്റെ ചാറ്. ഓ, വലിയ കറിവേപ്പില ചാറൊന്നും നമ്മുടെ റേഷനൈസ് ചോറാണ്. കുഴച്ച് ഇതാ. നമ്മൾ നല്ല കറി കേട്ടോ, അടിപൊളി മസാലയാണ്. ചാറും ഒരു കഷ്ണം ഇതിൻ്റെ പീസ് എടുക്കാം. ഇതിങ്ങനെ ചോറിൽ വെക്കുക. ടൈലില്ല
ഒന്നും പറയാനില്ല, സൂപ്പർ കറിയാണ് കേട്ടോ. അച്ചാറുണ്ട് ഇനി കുറച്ച് പരിപ്പാക്കാം, കുറച്ച് മീനിൻ്റെ ചാറും. അടക്ക മീനിൻ്റെ ഭക്ഷണം. നല്ല നാടമാങ്ങ അച്ചാറാണ് കേട്ടോ. അടുക്ക നമ്മൾ കക്കിരിക്ക. പക്ഷെ ഇന്നത്തെ ഫുഡ് അടിപൊളി അല്ലേ? ഒന്നും പറയാനില്ല, നമ്മൾ സൂപ്പർ. നമ്മൾ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ. പക്ഷെ താറ്റോട്ട